പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെ ഐഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കും. ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം വിദേശ രാജ്യങ്ങളിലുള്ള പല ഇന്ത്യക്കാരും ആക്രമിക്കപ്പെടുന്നു. അയർലൻഡിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും എല്ലാം ഇന്ത്യക്കാർക്കെതിരെ ഒരു വെറുപ്പിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ബോധപൂർവമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ ആദ്യം നമ്മൾ അറിഞ്ഞത് കാനഡയിലാണ്. അവിടെ അമ്പലത്തിൽ പോയിരുന്നവരെ ഇന്ത്യയിൽ നിന്ന് തന്നെ പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്തു. അയർലൻഡിൽ പിന്നെ അവിടുത്തെ ആൾക്കാർ തന്നെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഒരു കാരണമില്ലാതെ യാത്ര ചെയ്യുമ്പോൾ മൂക്കിനെ അടിച്ച് പരത്തുക, മുട്ടുംകാല് തല്ലി ഓടിക്കുക, കാരണമില്ലാതെ ഓടിക്കുക, ഇതല്ല ചെയ്യും. ചെറിയ കുട്ടികളെ വിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ കേസില്ല. ഗവൺമെന്റ് ഒരു നടപടി എടുക്കുന്നില്ല, പോലീസ് ഒരു നടപടി എടുക്കുന്നില്ല. ഇന്ത്യക്കാർക്ക് അത് തിരിച്ച് അടിച്ചു കഴിഞ്ഞാൽ അവരെ കൈയും കാലിൽ നിന്നും മാങ്ങ വലിക്കാൻ പോയിരിക്കുകയല്ല, തിരിച്ചടിച്ചാൽ അതിലേറെ ഗുരുതരമാവും. അപ്പൊ കേസ് വരും, പിന്നെ മാക്സിമം ശിക്ഷ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും കിട്ടിയ അടി വാങ്ങിച്ച് സന്തോഷത്തോടെ ഇരിക്കുക. നമ്മൾ വിദേശ രാജ്യത്ത് പോയിരിക്കുന്നത് ആ രാജ്യത്ത് നന്നാക്കാനൊന്നുമല്ല. ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് നമുക്ക്. മെയിനായിട്ട് പൈസ സമ്പാദിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം. പിന്നെ പദവി അംഗീകാരമൊക്കെ അതിന് പുറകിൽ വരുന്നതാണ്. പണത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. നമ്മൾ അവിടെ എത്തുന്നു. അങ്ങനെ കുറെ പണമെല്ലാം സമ്പാദിച്ചു കഴിയുമ്പോൾ അവിടെ നല്ലൊരു വീട് വാങ്ങിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അവരിന്നെ നമുക്ക് പൗരത്വം തരുന്നു. പിന്നെ നമ്മൾ ഭർത്താവിനെയും അച്ഛനെയും അമ്മയും കുട്ടിയും കൂടിയും എല്ലാം കൂട്ടി അവിടെ സെറ്റിലാവും, പൗരത്വം സ്വീകരിച്ചു. കുറെ കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് തന്നെ തോന്നൽ വരും, ഇവര് നമ്മുടെ സമ്പത്തൊക്കെ ഊറ്റിക്കൊണ്ട് പോകുന്നു, ഇവര് പൗരത്വം വാങ്ങിക്കുന്നു, വീടുകൾ വാങ്ങിക്കുന്നു, സമ്പത്ത് വാരിക്കൂട്ടുന്നു, പിന്നെ ഇലക്ഷനിൽ മത്സരിക്കുന്നു, പിന്നെ ആഘോഷപൂർവ്വം പല കാര്യങ്ങളും അമ്പലങ്ങളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെയോ ആഘോഷങ്ങൾ വലിയ രീതിയിൽ നടക്കും. ചെണ്ടയും പഞ്ചവാദ്യവും ആനയുണ്ടോയെന്ന് എനിക്കറിയില്ല, വെഞ്ചാമരവും ആകാശത്തേക്ക് വെടിപൊട്ടിക്കലും. അതൊക്കെ നമ്മള് ഇന്ത്യയിലുള്ളത്. പ്രത്യേകിച്ച് കേരളത്തില് ആകാശത്തിന് അറ്റം വരെ വെടിവെട്ടിച്ചൊരു ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. ആനകളെ നിരത്തി നിർത്തി മുമ്പുറത്ത് വാദ്യഘോഷം നടത്തുന്നുണ്ട്. ഇതൊക്കെ എന്തിനാ ചോദിച്ചു കഴിഞ്ഞാല് ആഘോഷം തന്നെയാണ്. പിന്നെ സിനിമാറ്റിക് ഡാൻസ്, ഇതൊക്കെ എന്തിനാ ചോദിച്ചു കഴിഞ്ഞാല് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ. ആരാണ് ഈ ദൈവം? ഗീതയിൽ പറയുന്നു, സർവത പാണിപാദം തത് സർവതോ അക്ഷശിരോമുഖം സർവത ശ്രുതിമല്ലോകി സർവമാവൃത്യ തിഷ്ഠതി. സർവത പാണിപാദം തത് എന്ന് വെച്ചാൽ എല്ലായിടത്തും കയ്യും കാലുമുള്ള. സർവതോ അക്ഷശിരോമുഖം,
എന്നുവെച്ചാൽ എല്ലായിടത്തും കണ്ണ്, ശിരസ് പറഞ്ഞ ശിരസ്, മുഖമുള്ള സർവതോക്ഷി ശിരോമുഖം, സർവത ശ്രുതിമൽ ലോകെ, എല്ലായിടത്തും ചെവികളുള്ള, സർവമാവൃത്തി തിഷ്ഠിതി, എല്ലാറ്റിനെയും ആവരണം ചെയ്ത് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. എല്ലായിടത്തും. വേറെ സ്ഥലത്തിന് ഗീതയിൽ തന്നെ പറയുന്നു, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്യമദ്യഞ്ച ഭൂതാനാമന്തവേവച. എല്ലാ ജീവികളുടെയും ആത്മാവായി സ്ഥിതി ചെയ്യുന്നത് ഭഗവാനാണ്. പറയുന്നു. വേറെ സ്ഥലത്ത് പറയുന്നു, അവജാനന്തി മാമൂട മാനുഷ്യം തനുമാശ്രിതം പരംഭാവമജാനന്ദോ മമഭൂത മഹേശ്വരം. അവജാനന്തി മാമൂട മാനുഷ്യം തനുമാശ്രിതം. ഞാൻ ഒരു മനുഷ്യനെ ആശ്രയിച്ച് നിൽക്കുന്നില്ല. അങ്ങനെ പറയുന്നതിൻ്റെ ഒരു മൂഢന്മാരാണ്. അവരെന്നെ നിന്ദിക്കുകയും ചെയ്യുന്നത്. ഈ ലോകത്തെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്ന ഞാനാണ്, മഹേശ്വരനാണ്. എല്ലാം ഈശ്വരനാണ്. ആ ഈശ്വരൻ ഒരാളെ ആശ്രയിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈശ്വരനെ, സർവശക്തനായ ഓംനിപൊട്ടന്റ് ആൻഡ് ഓംനി പ്രസന്റ്, സർവശക്തനും സർവവ്യാപിയായുള്ള ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആകാശത്തേക്ക് വെടിവെച്ചിടുക, വെടിപൊട്ടിക്കുക, ആനകളെ കൊണ്ട് നിർത്തിക്കുക, സിനിമാറ്റിക് ഡാൻസ് നടത്തുക, ഘോഷയാത്ര നടത്തുക. ഇതൊക്കെല്ലാം ഇന്ത്യയിൽ ചെയ്താൽ കുഴപ്പമില്ല, ഇന്ത്യയിൽ എല്ലാവരും അംഗീകരിക്കും. വേറെ വിദേശ രാജ്യത്ത് പോയി ചെയ്യുമ്പോൾ അവരംഗീകരിക്കില്ല. അവരത് വിചാരിക്കുക അവരുടെ സംസ്കാരത്തിന്മേലുള്ള കടന്നുകയറ്റായിട്ട് അവര് കരുതുന്നത്. അത് നമ്മള് മറ്റേ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് ഇടവരും. നമ്മളെല്ലാവരും ഒന്നിച്ചുകൂടി ഭജന ചെല്ലുന്നത് ഒന്നും കുഴപ്പമില്ല. അവിടെ വളരെ അച്ചടക്കത്തോടെ കഴിയുന്ന ഒരു ജനതയുടെ ഇടയിൽ ശബ്ദ കോലാഹലം ഉണ്ടാക്കുക, കേരളത്തിലൊക്കെ പോലുള്ള മറ്റേ ആയിരങ്ങളും ലക്ഷങ്ങളും പങ്കെടുക്കുന്ന ജാഥകൾ നടത്തി മുദ്രാവാക്യം വിളിച്ച് അന്തരീക്ഷത്തിലേക്ക് നിലവിളിക്കുക, അന്തരീക്ഷ മലിനീകരണം നടത്തുക, ആമാശയത്തിന് വേണ്ടിയിട്ട് തത്വശാസ്ത്രങ്ങൾ പറയുക, ഉദരനിമിത്തം ബഹിർദവേഷം എന്ന് പറയുന്നത്. ഉദരനിമിത്തം ആദർശങ്ങളും ആശയങ്ങളും പറയാം. കുടുംബാംഗങ്ങൾ, നമ്മളെ മാത്രമല്ല കുടുംബാംഗങ്ങളുടെ, അതിനു വേണ്ടിയിട്ട് ആദർശങ്ങളും ആശയങ്ങളും വിളിച്ചു പറയാം. ഇതൊക്കെ നമ്മൾ വിദേശ രാജ്യത്ത് പോയി ചെയ്യുമ്പോൾ അവിടെ ശബ്ദ കോലാഹലങ്ങൾ ഇടും. അവരിടയിൽ തന്നെ വികാരം ഇളകി വരും ഇതിനെതിരെ. നമ്മുടെ സംസ്കാരത്തിനുള്ള അധിനിവേശമായിട്ട് അവർ കരുതും. ലോകത്തന്നെ സമാധാനപരമായിട്ടുള്ള രാജ്യങ്ങളാണ് അത്. അതിൽ നിന്ന് അവർ മാറും. ഇപ്പൊ ബർമയിലൊക്കെ ബുദ്ധമതമായിരുന്നു, അഹിംസയുടെ തത്വശാസ്ത്രമായിരുന്നു അവര്. അവസാനം അത് അവര് അഹിംസയൊക്കെ വിട്ട് പിന്നെ ആയുധം എടുത്തു വരും. അതേപോലെ ശ്രീലങ്കയിലെ ബുദ്ധമതമായിരുന്നു, അഹിംസയുടെ ആശയമായിരുന്നു അവിടെ. അവരും ആയുധം എടുത്തു. അങ്ങനെ ആയുധം എടുക്കുന്ന കണ്ടീഷനിൽ വരും. ഇപ്പം കൈകൊണ്ടാണ് മൂക്കിട്ടടിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എല്ലാവരും ഭീഷണിയാവും. ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം, ഇവിടെ സമ്പൽ സമൃദ്ധിക്ക് കാരണം വിദേശത്ത് പോയിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം സമ്പാദിച്ചിങ്ങോട്ട് അയക്കുന്ന പൈസയാണ് ഈ കേരളത്തിന് മോശമായി മാറ്റിയത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തെ മോശമായി മാറ്റിയത്. ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്യൻ കൺട്രീസ്, അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്കയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ആകാശത്തേക്കൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പൊ നമ്മള് അവിടുത്തെ സംസ്കാരമായിട്ട് ഇഴുകിച്ചേരാം.
മോരും മുതിരിയും പോലെ കടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഭീഷണിയായി മാറും. ഉദാഹരണത്തിന് പാലും പഞ്ചസാരയും കൂടെ കലർത്തി കഴിഞ്ഞാൽ പിന്നെ അതിന് വേർപെടുത്തിയിരുത്താൻ കഴിയില്ല. പഞ്ചസാര വേറെ കാണാൻ സാധിക്കില്ല, പാല് വേറെ കാണാൻ സാധിക്കില്ല. അതേപോലെ ആ നാടുമായിട്ട് നമ്മൾ ഇഴുകിച്ചേരണം. അതുമായിട്ട് വിട്ടു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അനന്തര തലമുറകൾക്കും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. ഇപ്പൊ നമുക്ക് ലോകത്തിൽ മൊത്തം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ബംഗ്ലാദേശ്, അവിടെ സംസ്കാരമായിട്ട് ഇടപെടാത്ത ആൾക്കാർക്ക് വിട്ടു നിൽക്കുന്ന ആൾക്കാർ, പാകിസ്ഥാൻ, അതുപോലെ ശ്രീലങ്ക, ബർമ്മ, ഇറാഖിൽ തന്നെ കുർദുകൾ, പാകിസ്ഥാനിലാണെങ്കിൽ എന്താ പഷ്തൂണ, എന്തോ വർഗ്ഗക്കാർ. അങ്ങനെ മോരും മുതിരിയായിട്ട് മാറി നിൽക്കുമ്പോൾ പരസ്പര ആക്രമണം ഉണ്ടാവും. ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതല്ല വിഷയം. വീടുകൾ അഗ്നിക്കിരയാവും, കൊലപാതകങ്ങൾ ഉണ്ടാവും, കുട്ടികളോ അല്ലെങ്കിൽ സ്ത്രീകളോ അങ്ങനെയൊന്നും പരിഗണന ഉണ്ടാവില്ല. ഒരു സമാധാനം നശിച്ചു. അപ്പൊ ഈ മോരും മുതിരിയും പോലെ വിട്ടു നിൽക്കാതെ പാലും പഞ്ചസാര അലിഞ്ഞു ചേരുന്ന പോലെ അലിഞ്ഞു ചേരണം. ദൈവം പറയുന്ന ആൾ ഒരാളേ ഉള്ളൂ. ഏകം സത് വിപ്ര ബഹുധാവതന്തി. അതിന് പല പണ്ഡിതന്മാരും പല വ്യത്യസ്തമായി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഭഗവാൻ എന്ന് പറയുന്നത് ഒരൊറ്റ, അതിന് എന്ത് പേര് വിളിച്ചാലും ഒരാളേ ഉള്ളൂ. അതിൻ്റെ പേരിലൊരു ഭിന്നിപ്പൊന്നും പാടില്ല. അപ്പൊ അവിടുത്തെ സംസ്കാരമായിട്ട് നമ്മൾ ഇഴുകിച്ചേരുക. പിന്നെ എവിടെ പോയാലും നമുക്ക് വിജയിക്കാനുള്ള ഒരു സൂത്രവാക്യമാണ് മന്യവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. അത് നമ്മള് അവരെല്ലാം സ്തുതിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ അവിടുത്തെ പൗരത്വമൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ തൃശ്ശങ്ക് സ്വർഗമാവും. അവിടെ എന്തെങ്കിലുമൊക്കെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടാല്, ഇപ്പൊ നമ്മള് മഹാരാഷ്ട്രയിലൊക്കെ മണ്ണിന്റെ മക്കൾ വാദം ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രക്കാരെ അടിച്ചോടിക്കരുത്. തമിഴ്നാടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൗരത്വമൊക്കെ സ്വീകരിച്ച് അവിടെ കഴിഞ്ഞു കഴിഞ്ഞില്ല, അവിടെയില്ല ഇവിടെയില്ല സ്ഥിതിയാവും. ഞങ്ങളൊരു അധ്യാപകം പറയുന്നുണ്ട്, അവിടെയില്ല ഇവിടെയില്ല നമ്മുടെ ദേശീയില്ല പറയും. തമാശക്ക് തൃശങ്ക് സ്വർഗത്തിലാവും. പൗരത്വം സ്വീകരിക്കുന്ന ആവശ്യമില്ല. ഇങ്ങോട്ട് തിരിച്ചു വരിക. ഇപ്പൊ പാലക്കാട് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഭംഗിയുള്ള സ്ഥലങ്ങൾ. അവിടെ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിച്ച് നല്ല ശക്തമായിട്ടൊരു വീട് കിട്ടുക. വലിയ വീടല്ല പറയുന്നത്, വലിയ വീടോ വലിയ കാറല്ല. എന്നിട്ട് നമ്മൾ കുറച്ച് പൈസ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്നുള്ള ജീവിതത്തിൽ നടപ്പിലാക്കുക. അല്ലാണ്ട് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. ആകെ രാവിലെ നമ്മൾ ഒരു 5 ഇഡ്ഡലി കഴിക്കും, ഉച്ചയ്ക്ക് ഒരു 8-10 പിടി ചോറ് കഴിക്കും, 4 മണിക്ക് 5 മണിക്ക് ഒരു ചായയോ കാപ്പിയോ അല്ലെങ്കിൽ 2 ബജ്ജിയോ ബോണ്ടയോ പൊക്കോടയോ എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ നിലക്കടലയോ. രാത്രി ഒരു 8-10 ചപ്പാത്തിയും കുറച്ച് കോഴിക്കറിയും കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ മഷ്റൂം കറിയോ, ഇത്ര കഴിക്കും. നമ്മൾ അനന്തര തലമുറയ്ക്ക് വേണ്ടിയിട്ട് കോടികൾ സമ്പാദിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഊത്തവായെന്ന് എഴുതി കർപ്പൂരവായെന്ന് നാട്ടുപുറത്ത് പറയും. അങ്ങനെ നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവര് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ഇന്ന് കാണുന്നില്ലേ, അതേപോലെ ആയി. അവർക്ക് അധ്വാനത്തിന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുക്കുക, പൈസയുടെ മഹത്വം പഠിപ്പിച്ചു കൊടുക്കുക, ആരോഗ്യത്തിന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുക്കുക, ദൈവഭക്തി വളർത്തി കൊടുക്കുക. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമില്ല, അത് ദൈവത്തിന് വിഷയമല്ല. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ ദൈവത്തിന് വിഷയം, അതൊരു വിഷയമേ അല്ല. പക്ഷെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം നന്നാവും, നമ്മൾ നന്നാവും. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാതെ പെർഫെക്റ്റായ ജീവിതം നയിക്കാൻ സാധിക്കും. വളരെ അച്ചടക്കത്തോടെ ആ നാട്ടിൽ നമ്മൾ പാലും പഞ്ചസാരയും പോലെ
അലിഞ്ഞു ചേരുക. അവർ നമ്മളെ അവിടെ നിന്നുള്ള പൈസയിൽ നമുക്ക് അവർ അന്യദാതാവാണ്, അവരെ നമ്മൾ ബഹുമാനിക്കുക. അവിടുത്തെ നിയമങ്ങൾ അവർ 100% അനുസരിക്കണം. നമ്മൾ 100 200% അനുസരിക്കുക. 200% അച്ചടക്കത്തോടെ, ശബ്ദമില്ലാതെ, പ്രകടനങ്ങളും പൊതുയോഗങ്ങളും ഭ്രാന്താലയമാണെന്ന് തോന്നിക്കുന്ന രീതി ചെയ്യാതെ, ശബ്ദ കോലാഹലം ഉണ്ടാക്കാതെ, അച്ചടക്കത്തോടെ, ഐശ്വര്യത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ എല്ലാവരും പിന്നിൽ ഇന്ത്യയിലുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. ബെസ്റ്റ് വിഷസ്. താങ്ക്സ്.